പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്ന അസൈൻമെൻറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശ്രദ്ധിക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്ത ഭാഗങ്ങൾ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്, ദെൻ പോയിന്റ് ചാർജസ്, ദെൻ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്, അതിൽ അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്, കൺസർവേഷൻ ഓഫ് ചാർജസ്, ദെൻ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. ഓക്കെ, പഠിച്ചതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ടുള്ള 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ആൻസർ പറയാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, വാട്ട് യു മീൻ ബൈ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്? പറഞ്ഞോളൂ. യെസ്, ടോട്ടൽ ചാർജ് ഓഫ് an isolated system is always remains constant. Okay, very good. Then what do you mean by quantization of electric charge? Yes, total charge of a system is an integral multiple of basic charge E. Okay, അതിന് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? യെസ്, Q is equal to plus or minus NE. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നു, പഠിച്ചിട്ടുണ്ടാവും. അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രോബ്ലം ഇപ്പോൾ തരാം. നിങ്ങളൊന്ന് പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ -64 മൈക്രോകൂളം. പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക, എന്നിട്ട് പ്ലേ ചെയ്യുക. ആൻസർ എത്ര കിട്ടിയേ? 40 × 10⁻13 ഇലക്ട്രോൺസ്. ഓക്കെ, ഇതായിരിക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവുക. ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ചെയ്യാത്തവർ അതെന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഇനി 2 അസൈൻമെൻറ്റ് തന്നിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: 10⁻9 ഇലക്ട്രോൺസ് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഒരു സെക്കൻഡിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1 കൂളം ചാർജ് ആവാനുള്ള സമയം എത്രയെന്നാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ആൻസർ ശ്രദ്ധിക്കുക. 10⁻9 ഇലക്ട്രോൺസ് ആണ് ഒരു സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് പോകുന്നുണ്ടാവും? ചാർജ് ഇൻ 1 സെക്കൻഡ് is equal to 10⁻9 ഇലക്ട്രോൺ ഇൻറ്റു ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻⁻19. ഇത്രയും കൂളം. ദറ്റ് ഇസ് ഈക്വൽ ടു 1.6 × 10⁻⁻10 എന്ന് വരും. ഓക്കെ, കൂളം. ഇത്രയും ഇലക്ട്രോൺസ് ഒരു സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കൂളമാവാൻ എത്ര സമയമെടുക്കും? എങ്ങനെ കാണാം? എളുപ്പമാണേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ക്ലാസ് റൂമിലേക്ക് ഓരോ സെക്കൻഡിലും 5 പേർ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 50 ആളാവാൻ എത്ര സമയം എടുക്കും? 50/5 എത്ര? 10 സെക്കൻഡ്. ശരിയല്ലേ? ഓരോ സെക്കൻഡിലും 5 പേർ വന്നുകൊണ്ടിരിക്കുന്നു. 50 ആളാവാൻ 50/5 10 സെക്കൻഡ്. അപ്പോൾ ഇവിടെ ഓരോ സെക്കൻഡിലും ഇത്രയും ചാർജസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കൂളമാവാണെങ്കിൽ 1 കൂളം ബൈ ഈ വാല്യൂ, ദറ്റ് ഈസ് ടൈം ഫോർ 1 കൂളം is equal to 1 കൂളം ഡിവൈഡ് ബൈ 1.6 × 10⁻⁻10. ഓക്കെ, ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 6.25 × 10⁻9 സെക്കൻഡ്. ഓക്കെ, ഇതാണ് ആൻസർ. ഇനി ഇതിനെ ഇയറിലേക്കൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ആൻസർ ഇത് മതി, പക്ഷേ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ശ്രദ്ധിക്കുക, ടൈം ഇൻ ഇയറിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇയറിൽ കൺവേർട്ട് ചെയ്യാം? 6.25 × 10⁻9 സെക്കൻഡ്. ഇത്രയും സെക്കൻഡാണ്. ആദ്യം ആ സെക്കൻഡിനെ മിനിറ്റിലേക്ക് മാറ്റണം. മിനിറ്റിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പം എത്രയും മിനിറ്റാണ്. ഇനി ഈ മിനിറ്റിനെ എന്ത് ചെയ്യണം? അവറിലേക്ക് മാറ്റണം. അപ്പോൾ വീണ്ടും 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 60 × 60. ദെൻ അതിനെ ഡേയിലേക്ക് മാറ്റണം. അപ്പോൾ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദറ്റ് ഈസ് 60 × 60 × 24. ദെൻ അതിനെ ഇയറിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദറ്റ് ഈസ് 60 × 60 × 24 × 365. ഓക്കെ, ഇത്രയും ഇയർ ആയിരിക്കും. ഇതൊന്ന് ചെയ്ത് നോക്കിയേ. 198.2 ഇയർ.
ഓക്കെ, അതായത് ഏകദേശം 200 വർഷം എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്രോക്സിമേറ്റ്ലി. ശ്രദ്ധിക്കുക, 10⁹ ഇലക്ട്രോൺസ് ഓരോ സെക്കൻഡിലും ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് മാറിയിട്ടും 200 വർഷം കഴിയുമ്പോഴാണ് ഒരു കൂളം ചാർജ് ആവുക. ഹൗ മച്ച് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഈസ് ദർ ഇൻ എ കപ്പ് ഓഫ് വാട്ടർ? ഇവിടെ ഒരു കപ്പ് വാട്ടറിൽ എത്ര പോസിറ്റീവ് എത്ര നെഗറ്റീവ് ചാർജസ് ഉണ്ട് എന്നാണ് കാണേണ്ടത്. അപ്പോൾ അതിനാദ്യം എത്ര പ്രോട്ടോണ് എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് കാണണം ഒരു കപ്പ് വാട്ടറിൽ. ഓക്കെ, അത് കാണണമെങ്കിൽ നമുക്കറിയാം ഒരു വാട്ടർ മോളിക്യൂളിൽ 10 പ്രോട്ടോണും 10 ഇലക്ട്രോണും ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് കാണണം. ഓക്കെ, എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് കാണണമെങ്കിൽ എത്ര മോൾ ഉണ്ടെന്ന് കാണണം. ശ്രദ്ധിക്കുക, മാസ് ഓഫ് 1 കപ്പ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 250 gram ആണ്. ഓക്കെ, ഇനി മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ 18 gram ആണ്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് കണ്ടെത്താൻ പറ്റും. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഒരു കപ്പിൽ 250/18. ഇത്രയും മോൾസ് ഉണ്ട്. എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? ദറ്റ് ഈസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു ഇത്രയും മോൾസ് ഉള്ളത് 250/18 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ദറ്റ് ഈസ് 6.02 ഇൻറ്റു 10⁻23. ഇത്രയും മോളിക്യൂൾസ് ഉണ്ട്. ഇനി ഓരോ മോളിക്യൂളിലും H2O 10 പ്രോട്ടോണും 10 ഇലക്ട്രോണും ഉണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു എത്ര പ്രോട്ടോൺ ഉണ്ടാവും? 250/80 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23. ഇത്രയും മോളിക്യൂൾസ് ആണ്. അതിന് ഇൻറ്റു ഓരോ മോളിക്യൂളിലും 10 എണ്ണം, ദറ്റ് ഈസ് ഇൻറ്റു 10. ഓക്കെ, ഇത്രയും പ്രോട്ടോൺസ് ഉണ്ടാവും, ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ഇൻ 1 കപ്പ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു ഇത്രയും പ്രോട്ടോൺ ഉണ്ടല്ലോ. അപ്പോൾ ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദറ്റ് ഈസ് 250/18 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23 ഇൻറ്റു 10 ഇൻറ്റു ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് 1.6 ഇൻറ്റു 10⁻⁻19. ഇത്രയും കൂളമായിരിക്കും ചാർജ് എന്ന് പറയുന്നത്. ഇത് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ശ്രദ്ധിക്കുക, 1.34 ഇൻറ്റു 10⁻, എത്ര കിട്ടിയത്? 10⁻7 കൂളം. ഓക്കെ, ഇത്രയും പോസിറ്റീവ് ചാർജസ് ആണ് ഒരു കപ്പ് വാട്ടർ ഉള്ളത്. അപ്പോൾ എത്ര നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും? ഇത്ര തന്നെ നെഗറ്റീവ് ചാർജസും അതിലുണ്ടാവും. ഓക്കെ, അടുത്ത ടോപ്പിക് ശ്രദ്ധിക്കുക, ഇലക്ട്രോസ്കോപ്പ്. ഒരു ബോഡിയിലെ ചാർജിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ചാർജ് ഓൺ എ ബോഡി. വളരെ സിമ്പിളാണ്. ഇതിലൊരു മെറ്റൽ നോബ് ഉണ്ട്. ആ മെറ്റൽ നോബ് ഒരു മെറ്റൽ റോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ആ മെറ്റൽ റോഡിൻ്റെ എൻഡിലായിട്ട് ഗോൾഡ് ലീവ്സ് ഉണ്ട്. ഓക്കെ, ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്നാണ് അതിനെ പറയാം. ഇത്രയും ഭാഗം ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. ആ മെറ്റൽ നോബ് പുറത്തേക്ക് കാണും. ഓക്കെ, അപ്പോൾ ചാർജ്ഡ് ബോഡി അതിൽ വരുമ്പോൾ ആ ഗോൾഡ് ലീവ്സ് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. കൂടുതലായിട്ട് ഡൈവേർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൂടുതൽ ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഡൈവേർജ് ചെയ്തൽ കുറവാണെങ്കിൽ അവിടെ കുറവ് ചാർജാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഡൈവേർജ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ ചാർജ് ഇല്ല എന്നും മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് നമുക്ക് ഇലക്ട്രോസ്കോപ്പിൻ്റെ ഒരു മോഡലിൽ നിന്ന് മനസ്സിലാക്കാം. അവിടെ ഗോൾഡ് ലീഫിന് പകരം നമ്മൾ അലുമിനിയം ഫോയിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോസ്കോപ്പ് നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് നിർമ്മിക്കുന്ന രീതി. നമുക്ക് ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കുക, ഒരു അലുമിനിയം ഫോയിൽ.
ഓക്കെ, അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇവിടെ 2 ഹോൾ ഇടുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോപ്പർ വയറാണ്. ഓക്കെ, അതിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു നോബ് ഉണ്ടാക്കി വെക്കുക. അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ വേണ്ടതൊരു ബോട്ടിലാണ്. ഓക്കെ, അതിനിവിടെ ഒരു ഹോൾ ഇടണം. ഇനി ഈ ഹോളിലൂടെ നമ്മൾ ഈ കോപ്പർ വയർ നിർത്തിവിടുന്നു. അതിവിടെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി വെക്കുക. ഓക്കെ, ഇനി ഈ അലുമിനിയം ഫോയിൽ ഈ വയറിൻ്റെ എൻഡിൽ കണക്ട് ചെയ്യും. ഇനി ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ ടൈറ്റായിട്ട് അടക്കണം. ഓക്കെ, എന്തെങ്കിലും വെച്ചിട്ട് ടൈറ്റ് ആക്കിയാൽ മതി. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ചുറ്റും വേണമെങ്കിൽ എയർ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചുറ്റാം. ഇപ്പോൾ ഇലക്ട്രോസ്കോപ്പ് റെഡിയായി. ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ സ്പൂണിനെ ആദ്യം ചാർജ് ചെയ്യാതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ഡീവിയേഷനും സംഭവിക്കുന്നില്ല. നമുക്ക് ഈ സ്പൂണ് ഒന്ന് ചാർജ് ചെയ്യാം. ഇനി അതിവിടെ വെക്കുന്നു. അപ്പോൾ ലീവ്സ് ഡൈവേർജ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, അത് എത്രമാത്രം ഡൈവേർജ് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെയുള്ള ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, കൂടുതൽ ചാർജ് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഡൈവേർജ് ചെയ്യും. ശ്രദ്ധിക്കുക, ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. ശ്രദ്ധിക്കുക, കൂളംസ് ലോ. കൂളംസ് ലോ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിരുന്നു. എന്തായിരുന്നു? M1 എന്നൊരു മാസും M2 എന്ന മറ്റൊരു മാസും r ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഇടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ F is directly proportional to the product of the masses and inversely proportional to the square of the distance between them. F is proportional to M1 M2 by R square. F is equal to a constant G into M1 M2 by R square. ഓക്കെ, ഇതേപോലെയാണ് ഇവിടെ ഒരു ലോ വരുന്നത്. അതുകൊണ്ടാണ് അത് അവിടെ എഴുതിയത്. ശ്രദ്ധിക്കുക, ഇവിടെ 2 ചാർജസ് Q1 ആൻഡ് Q2. ഓക്കെ, ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് 6. 2 ചാർജുകൾക്കിടയിൽ അട്രാക്റ്റീവ് ഫോഴ്സോ അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സോ ഉണ്ട് എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ എത്രയാണ് ആ ഫോഴ്സ് എന്ന് നമ്മൾ പഠിച്ചില്ല. അതാണ് ഇവിടെ കൂളംസ് ലോയിൽ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, 2 ചാർജുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സോ അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സോ, ആ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇവിടെ കെയുടെ വാല്യൂ ശ്രദ്ധിക്കുക. K is a constant that is equal to 1 by 4 pi epsilon 0. ആ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ F is equal to 1 by 4 pi epsilon 0 into Q1 Q2 by R square. എന്താണ് ഇക്വേഷൻ എന്ന് വായിച്ചു നോക്കിയേ. F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square. എന്താണ് ഈ എപ്സിലോൺ 0? എപ്സിലോൺ 0 is called permittivity of
പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എയർ ആണ്. ഓക്കെ, അതാണ് എപ്സിലോൺ സീറോ. ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഇടയിലുള്ള മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി. ഓക്കെ, എപ്സിലോൺ സീറോയുടെ വാല്യൂ ശ്രദ്ധിക്കുക, ഈക്വൽ ടു 8.854 ഇൻറ്റു 10⁻⁻12. ഇനി അതിൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കണം. യൂണിറ്റ് ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ്. എപ്സിലോൺ സീറോനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, എഫിനെ അങ്ങോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അപ്പോൾ എഫ് ഇവിടെ വരും, ഇവിടെ എഫ് ആണ്. അപ്പോൾ പെർ ന്യൂട്ടൺ വരും. ഇവിടെ മുകളിൽ കൂളം ഇൻറ്റു കൂളം, കൂളം സ്ക്വയർ ഉണ്ട്. ഇവിടെ മീറ്റർ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇത് വരും കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇവിടെ ഈ കെയുടെ വാല്യൂ നോക്കി 1/4π എപ്സിലോൺ സീറോ എന്നല്ലേ. അതിൽ ഈ എപ്സിലോൺ സീറോയുടെ വാല്യൂ ഇതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കെ ബിക്കംസ്, ദറ്റ് ഈസ് 1/4π എപ്സിലോൺ സീറോ ബിക്കംസ് 9 ഇൻറ്റു 10⁻9 എന്ന് വരും. അതിൻ്റെ യൂണിറ്റ് എന്ത് വരും? ഓക്കെ, കെയുടെ യൂണിറ്റ് FR²/Q1Q2 അല്ലേ കെ. ഓക്കെ, FR²/Q1Q2. എന്താ FR²? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ Q1Q2 പെർ കൂളം സ്ക്വയർ. ദറ്റ് ഈസ് ഈ 9 ഇൻറ്റു 10⁻9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് യൂണിറ്റ് ഓർത്ത് വെച്ചാൽ മതി, എളുപ്പമാണ്. ഈ ഇക്വേഷൻ നമ്മൾ മറക്കില്ല. 1/4π എപ്സിലോൺ സീറോ Q1Q2/R². അപ്പോൾ അതിൽ നിന്ന് നമുക്ക് യൂണിറ്റ് ഓർത്ത് വെക്കുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, അപ്പോൾ ഇതാണ് കൂളംസ് ലോ. ശ്രദ്ധിക്കുക, എന്താണ് കൂളംസ് ലോ? The force of attraction or repulsion between any 2 point charges is directly proportional to the product of magnitude of the charges and inversely proportional to the square of the distance between them. Okay. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ മീഡിയം എയർ അല്ലെങ്കിൽ വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതൊരു മീഡിയത്തിൽ വെക്കുകയാണ്, വേറെ എന്തെങ്കിലും ഒരു മീഡിയത്തിൽ വെക്കുകയാണെങ്കിൽ എഫ് മാറും. ഓക്കെ, എഫ് മീഡിയം, ആ മീഡിയത്തിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ഈക്വൽ ടു എന്താണ് മാറ്റം ശ്രദ്ധിച്ച് 1/4π എപ്സിലോൺ എന്നാവും. എപ്സിലോൺ സീറോ എന്നുള്ളത് എയറിലെ അല്ലെങ്കിൽ ഫ്രീ സ്പേസിലെ അല്ലെങ്കിൽ വാക്വത്തിലെ പെർമിറ്റിവിറ്റിയാണ്. ഇവിടെ എപ്സിലോൺ എന്നുള്ളത് മീഡിയത്തിലെ പെർമിറ്റിവിറ്റിയാണ്. ദറ്റ് ഈസ് 1/4π എപ്സിലോൺ ഇൻറ്റു Q1Q2/R². ഓക്കെ, എപ്സിലോൺ ഇതാണ് മാറ്റുള്ളത്. എപ്സിലോൺ ഇസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം. ഏത് മീഡിയമാണോ നമ്മൾ എടുത്തതിൻ്റെ പെർമിറ്റിവിറ്റി. ഓക്കെ, എഫ് എയർ അല്ലെങ്കിൽ എഫ് വാക്വം is equal to 1/4π എപ്സിലോൺ സീറോ Q1Q2/R². ഇതന്നെ. അതോടെ എഫ് മീഡിയം എന്ന് എഴുതിയപ്പോൾ നമ്മളിവിടെ എഫ് വാക്വം എന്ന് കൊടുത്തു എന്ന് മാത്രം. മറ്റൊരു ടേം ശ്രദ്ധിക്കുക, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഒരു മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദി പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്വം. അതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ ഇതിൽ നിന്ന് എപ്സിലോൺ എന്ത് വരും? എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ സീറോ. അപ്പോൾ നമുക്ക് എഫ് മീഡിയത്തിന് മാറ്റി എഴുതാമാണെങ്കിൽ ഇവിടെ എപ്സിലോണിന് പകരം ഈ വാല്യൂ കൊടുക്കാം. നോക്കിയേ, എഫ് മീഡിയം ഇസ് ഈക്വൽ ടു 1/4π എപ്സിലോണിന് പകരം എന്ത് കൊടുക്കുന്നു? എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ സീറോ ഇൻറ്റു Q1Q2/R². ഓക്കെ, ഇനി നോക്കി, ഇവിടെ ഇത്രയും ടേം എന്താ? 1/4π എപ്സിലോൺ സീറോ ഇൻറ്റു Q1Q2/R². അതാണ് എന്ത്? എഫ് വാക്വം. ദറ്റ് ഈസ് എഫ്
മീഡിയം ഇസ് ഈക്വൽ ടു എഫ് വാക്വം ഇത്രയും ഭാഗം ബൈ എപ്സിലോൺ ആർ. ഓക്കെ, അപ്പോൾ എന്താണ് മനസ്സിലാക്കിയത്? രണ്ട് ചാർജസ് വാക്വത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു മീഡിയത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോഴ്സ് കുറയുന്നു. എത്ര കുറയുന്നു? എഫ് വാക്വം ബൈ എപ്സിലോൺ ആർ. ശ്രദ്ധിക്കുക, എപ്സിലോൺ ആർ ഈസ് കോൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ, എപ്സിലോൺ ആറിനെ കെ കൊണ്ടും നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. ഇത്രയാണ് കൂളംസ് ലോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തതായി നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഒന്ന്, വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്മോൾ ചാർജ്ഡ് സ്ഫിയേഴ്സ് ഹാവിംഗ് ചാർജസ് ഓഫ് 2 × 10⁻⁻⁷ കൂളം ആൻഡ് 3 × 10⁻⁷ കൂളം പ്ലേസ്ഡ് 30 സെൻറ്റിമീറ്റർ അപ്പാർട്ട് ഇൻ എയർ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയ ശേഷം വീഡിയോ പോസ് ചെയ്യുക. സത്യസന്ധമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയ ശേഷം വീഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻസർ ശ്രദ്ധിക്കുക, ഒന്ന് ചെയ്ത് നോക്കാം. രണ്ട് ചാർജസ് എന്നുണ്ട്. ഒന്ന് Q1 കൊടുക്കാം. Q1 is equal to 2 × 10⁻⁷ കൂളം. Then Q2 is equal to 3 × 10⁻⁷ കൂളം. Then R is equal to 30 centimeter. It is equal to 30 × 10⁻⁻² meter. Okay. Then F ആണ് കണ്ടത്. F is equal to 1/4π epsilon 0 Q1 Q2 by R square. Okay, is equal to 9 × 10⁻⁹ into Q1, 2 × 10⁻⁷ into Q2, 3 × 10⁻⁷ divided by R, 30 × 10⁻². അതിൻ്റെ സ്ക്വയർ. ഓക്കെ, ചെയ്ത് നോക്കുക. എത്ര കിട്ടിയത്? ആൻസർ എത്ര കിട്ടിയേ? ഓക്കെ, ചെയ്യുമ്പോൾ 6 × 10⁻³ ന്യൂട്ടൺ എന്ന് വരും ആൻസർ. ഓക്കെ, ഇവിടെ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എ സ്മോൾ സ്ഫിയർ ഓഫ് ചാർജ് 0.4 മൈക്രോകൂളം ഡ്യൂ ടു അനദർ സ്മോൾ സ്ഫിയർ ഓഫ് ചാർജ് -0.8 മൈക്രോകൂളം ഇൻ എയർ ഈസ് 0.2 ന്യൂട്ടൺ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ഫിയേഴ്സ്? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, വീഡിയോ പോസ് ചെയ്യുക, സത്യസന്ധമായിട്ട് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയ ശേഷം വീഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, ആൻസർ ശ്രദ്ധിക്കുക. ടു സ്മോൾ സ്ഫിയേഴ്സ്, ഒന്നിലെ ചാർജ് Q1 എന്നും രണ്ടാമത്തിലെ ചാർജ് Q2 എന്നും കൊടുക്കാം. അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിന് നമുക്ക് R എന്ന് കൊടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഫസ്റ്റ് ചാർജ് 0.4 മൈക്രോകൂളം. ഓക്കെ, രണ്ടാമത്തെ ചാർജ് തന്നിട്ടുണ്ട് -0.8 മൈക്രോകൂളം. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്കറിയാം പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, അൺലൈക്ക് ചാർജസ് ആണ്. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ആ ഫോഴ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. F is equal to 0.2 ന്യൂട്ടൺ. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. R
ഓക്കെ, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ Q1ഉം Q2ഉം ആറും തന്നിട്ട് എഫ് കാണാൻ പറഞ്ഞു. ഇവിടെ Q1ഉം Q2ഉം എഫ് തന്നിട്ട് 6 കാണാൻ പറഞ്ഞു. സിമ്പിളാണ്. നമുക്കറിയാം കൂളംസ് ലോ പ്രകാരം രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഫ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ R², അല്ലെങ്കിൽ K_Q1 Q2 ബൈ R² എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ആറാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ R² ഉണ്ട്. അപ്പോൾ ഈ R² അങ്ങോട്ട് കൊടുത്തിട്ട് എഫിന് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് എഴുതാം? R² ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ R² ഇങ്ങോട്ട് എഫ് അങ്ങോട്ട്, ദറ്റ് ഈസ് ബൈ എഫ്. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0ൻ്റെ വാല്യൂ എത്രയാണ്? 9 × 10⁻⁹ ഇൻറ്റു Q1 എത്രയാണ്? 0.4 മൈക്രോ കൂളമാണ്. അതിന് കൂളത്തിലേക്ക് മാറ്റണം. എന്താ ചെയ്യുക? 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദറ്റ് ഈസ് 0.4 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു -8 മൈക്രോ കൂളമാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് കണ്ടാൽ മതി. ദറ്റ് ഈസ് 0.8 ഇൻറ്റു 10⁻⁻6 ഓക്കെ ബൈ എഫിൻ്റെ വാല്യൂ 0.2 ഓക്കെ അല്ലേ? ഈക്വൽ ടു 9 ഇൻറ്റു 0.4 ഇൻറ്റു 0.8 ബൈ 0.2 ഇൻറ്റു 10⁻⁹ then -6. That is equal to 9 - 6 - 6 10⁻⁻3 എന്ന് വരും. റെഡി അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 144 ഇൻറ്റു 10⁻⁻4 എന്ന് എഴുതി കൂടെ? കിട്ടിയെന്താ? R² ഈക്വൽ ടു 144 ഇൻറ്റു 10⁻⁻4 എന്നാണ് കിട്ടിയത്. ദറ്റ് ഈസ് R ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? 144 ഇൻറ്റു 10⁻⁻4. 144ൻ്റെ റൂട്ട് 12 ഇൻറ്റു 10⁻⁻4ൻ്റെ റൂട്ട് 10⁻². ദറ്റ് ഈസ് ഇതാണ് ആൻസർ. റെഡിയല്ലേ? അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? R ഈക്വൽ ടു 0.12 മീറ്റർ എന്ന് എഴുതാം. റെഡി? ഓക്കെ, ഇതോടുകൂടെ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഒരു അസൈൻമെൻറ്റ് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഭാഗം കൂളംസ് ലോ ആണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഈ അസൈൻമെൻറ്റും ചെയ്തിട്ട് അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യുക. താങ്ക് യു.